പ്രചാരണം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പത്തനംതിട്ട ജില്ലയിൽ 3 മുന്നണികളും. ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ഭരിക്കാൻ കഴിയുമെന്നാണ് LDFിന്റെ കണക്കുകൂട്ടൽ. ജനകീയരായ സ്ഥാനാർത്ഥികളിലാണ് UDFിന്റെ പ്രതീക്ഷ. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചും സംസ്ഥാനത്തെ അഴിമതി രാഷ്ട്രീയം തുറന്നുകാട്ടിയുമുള്ള പ്രചാരണം പത്തനംതിട്ടയിൽ മാറ്റത്തിന് തുടക്കം കുറിക്കുമെന്നാണ് NDA ക്യാമ്പിന്റെ ആത്മവിശ്വാസം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പ്രചരണ രംഗത്ത് നിരത്തി നേട്ടം കൊയ്യുമെന്ന വിലയിരുത്തലിലാണ് പത്തനംതിട്ട ജില്ലയിലെ LDF നേതൃത്വം. ജില്ലാ പഞ്ചായത്ത് ഭരണം നേടി എല്ലാ മേഖലയിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് LDFിന്റെ പ്രതീക്ഷ. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒപ്പം വന്നതും ഗുണം ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് പൊതുമരാമത്ത് രംഗത്ത് 5000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്. പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ അന്തർദേശീയ നിലവാരമുള്ള റോഡുകളായി. കുറേയേറെ റോഡുകളുടെ പണി പൂർത്തീകരിച്ചു, ബാക്കിയുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് നേരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് UDFിന്റെ പ്രചരണം. രാഷ്ട്രീയത്തിലുപരി നല്ല സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് അവസാന നിമിഷവും UDFിന്റെ പ്രതീക്ഷ. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, അഴിമതി, സ്വർണ്ണക്കള്ളക്കടത്ത്, കഞ്ചാവ് കേസ് അടക്കമുള്ള ജനങ്ങളെ ഏതെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ നശിച്ച ഭരണത്തിന് ഒരു അറുതി വരുത്തണം എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നടക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നിലയിൽ അവർക്ക് ഒരു കനത്ത തിരിച്ചടി കൊടുക്കുവാൻ ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭത്തിലൂടെ മാറിമറിഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷമാണ് പത്തനംതിട്ടയിലേത്. ഇത് ഫലപ്രദമായി ഉപയോഗിക്കാനാണ് NDAയുടെ ശ്രമം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വികസന ക്ഷേമ പദ്ധതികൾ കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാനും അഴിമതിരഹിതമായ വികസനം മുന്നോട്ട് വെക്കുന്ന കേന്ദ്രഭരണം ചൂണ്ടിക്കാട്ടി നടത്തുന്ന പ്രചരണം ജില്ലയിൽ NDAക്ക് വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. ഇതോടൊപ്പം ഇടതു വലത് മുന്നണികളുടെ അഴിമതിയും NDA ക്യാമ്പിന്റെ പ്രധാന പ്രചരണ ആയുധങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ കഴിഞ്ഞ തവണ നമ്മൾ 3 പഞ്ചായത്തിൽ ഇപ്പം അധികാരത്തിലുണ്ട്. അത് 3-നപ്പുറം നിരവധി പഞ്ചായത്തുകളിലേക്ക് ഇപ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യം വിജയിച്ചു കയറും. ജില്ലാ ഡിവിഷൻ ഉൾപ്പെടെ നമുക്ക് ജില്ലാ ഡിവിഷനിൽ ഇതുവരെ വിജയിക്കാനായിട്ട് പത്തനംതിട്ട ജില്ല സാധിച്ചിട്ടില്ല. ജില്ലാ ഡിവിഷനിൽ ഇതേപോലെ തന്നെ വലിയ വിജയങ്ങൾ, അട്ടിമറി വിജയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ജനവിധി പോളിംഗ് ബൂത്തുകളിലെത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവസാനഘട്ട പ്രചരണത്തിലും 3 മുന്നണികൾ. ജനം, പത്തനംതിട്ട.